പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെയേറെ സ്നേഹത്തോടെ കരുതലോടെ നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപയ്ക്കും ദൈവത്തിൻ്റെ വലിയ ശക്തമായ സാന്നിധ്യത്തിനും സംരക്ഷണത്തിനും വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മക്കൾക്ക് നല്ല കൂട്ടുകെട്ടുകൾ ലഭിക്കണം. നമ്മൾ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. മാത്രമല്ല, ഈ കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നമ്മുടെ മക്കള് നമ്മളോട് ഒരു ബന്ധം സ്ഥാപിക്കണം. നമ്മൾ ഇതിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക, തോബിത്തിന്റെ പുസ്തകത്തില് തോബിയാസിനെ പറഞ്ഞു വിടുന്ന സമയത്ത് ഒരു കൂട്ടുകാരനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ പറയുമ്പോ ഈ തോബിയാസ് പോയി ഒരു കൂട്ടുകാരനെ കണ്ടുപിടിച്ചിട്ട് അവനെ പിതാവിൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ്. എന്നിട്ട് നോക്കിക്കേ, തോബിയാസ് വീട്ടിലെത്തി പിതാവിനോട് പറഞ്ഞു, എന്നോട് കൂടെ വരാൻ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു. തോബിത്ത് പറഞ്ഞു, അവനെ എന്റെ അടുത്തേക്ക് വിളിക്കൂ. അവൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണെന്നും നിന്നോടുകൂടെ പോരാൻ വിശ്വാസയോഗ്യനാണോ എന്നും ഞാൻ നോക്കട്ടെ. പിന്നീട് ആ കൂട്ടുകാരുമായുള്ള സംസാരവും ഏത് ഗോത്രം, ഏത് വംശം, സ്വഭാവം, ഇതെല്ലാം ഒരു അപ്പൻ നോക്കി മനസ്സിലാക്കി അവസാനം യോഗ്യനാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ മകന്റെ കൂടെ പറഞ്ഞു വിടുമ്പോ ഇവിടെ വായിക്കുന്നത് 16-ാമത്തെ വചനം വായിക്കുക, ഇവനോട് കൂടെ പോയിക്കൊള്ളുക. കേട്ടോ, ഒരപ്പൻ ചോദിച്ച് അറിഞ്ഞ് ആ മകനെ അവന്റെ കൂടെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു വിടുമ്പോ പറയാണ്, ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിന്റെ മാർഗം ശുഭമാക്കും, അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞ് ഈ കൂട്ടുകാരന്റെ കൂടെ ഇതാ ഈ മകനെ പറഞ്ഞു വിടുകയാണ്. ഇന്ന് നമ്മുടെ മക്കൾക്കൊക്കെ സംഭവിച്ചു പോകുന്ന വലിയ ദുരന്തം കൂട്ടുകെട്ടിൽ പെട്ട് നശിച്ചു പോകുന്ന ഒരു ദുരന്തമാണ്. ദിവസങ്ങളിൽ കുറെ മക്കള് പറയണ്ടായി, ഹോസ്റ്റലിൽ താമസിക്കുന്ന നമ്മുടെ മക്കൾ പല സ്ഥലത്ത് പോകുമ്പോ ഹോസ്റ്റലിൽ താമസിക്കുന്നു, ഒരുമിച്ച് താമസിക്കേണ്ടി വരുന്നു, കോളേജിൽ പല പല കൂട്ടുകെട്ടുകള് അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ചിലപ്പോൾ അവരുടെ എന്താ പറയുക, ചില വർക്കുകള്, ചില തീസിസുകള്, ചില ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഇതൊക്കെ പല പല കൂട്ടുകെട്ടുകൾക്ക് അത്യന്താപേക്ഷിതമായിട്ട് മാറിപ്പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ കൂട്ടുകൂടി പോകുമ്പോൾ നല്ല കൂട്ടുകെട്ടുകൾ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മക്കള് അതിനാൽ തന്നെ നശിച്ചു പോകാൻ ഒത്തിരി സാധ്യതയുണ്ട്. റൂംമേറ്റ്സ്, 3-4 പേര് കിടക്കുന്ന റൂമിൽ താമസിക്കുന്ന നമ്മുടെ ഒരു കൊച്ച്, ബാക്കി 3 പേരും കറങ്ങാൻ പോണു, പബ്ബിൽ പോണു, അല്ലെങ്കിൽ അവരവിടെ നിന്ന് ഡ്രഗ് അടിക്കുന്നു, ഫോണിൽ സംസാരിക്കുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാത്രി ഉറക്കില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ കൊച്ചിന് അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെ ഒത്തിരിയേറെ മക്കള് വേദനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോ ചില എന്താ പറയുക, കമ്പൈൻഡ് സ്റ്റഡി ഇതൊക്കെ വരുമ്പോ മക്കൾക്ക് ഒരുമിച്ച് പഠിക്കാണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ആ സമയത്തൊക്കെ നല്ല കൂട്ടുകെട്ട് ഇന്നത്തെ കാലത്തിൽ ഏറ്റവും വലിയ ആവശ്യമാണ്. നല്ല കൂട്ടുകെട്ടിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൂട്ടുകെട്ട് മോശമാകാൻ നമ്മൾ പറയണ്ടല്ലോ, പക്ഷെ എന്തൊന്നും അറിയത്തില്ല. നമ്മുടെ മക്കള് ചിലപ്പോഴൊക്കെ ചെന്നപ്പെടുന്നത് മോശമായ കൂട്ടുകെട്ടിലാണ്. ഇനി ചില നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ പോലും നമ്മുടെ ചില മക്കള് അവരുമായിട്ട് കൂട്ടുകൂടത്തേയില്ല. ഈ രണ്ടുമുണ്ട്. നല്ല കൂട്ടുകാരുണ്ടാകാം, അത് കണ്ടുപിടിക്കാനോ അവരുമായിട്ട് സഹവസിക്കാനോ അവർക്ക് പ്രത്യേകതയുണ്ട്. അതുമായിട്ട് പങ്കുചേർന്ന് പോകാനോ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിലേറെ നമ്മുടെ മക്കൾക്ക് നല്ല കൂട്ടുകെട്ടുകൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവകൃപ നിറഞ്ഞ കുടുംബത്തെ സ്നേഹിക്കുന്ന, മാതാപിതാക്കൾ അനുസരിക്കുന്ന, ജീവിതത്തെക്കുറിച്ചൊരു ലക്ഷ്യബോധമുള്ള, പഠിക്കാനുള്ള താല്പര്യമുള്ള ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കള് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കൂട്ടുകാരായി കിട്ടണം. കർത്താവിന് വലിയൊരു അഭിഷേകവും വലിയൊരു ഇടപെടലും ഈ മേഖലയിൽ ലഭിക്കാൻ ഇടയാകണം. അത് ലഭിച്ചാൽ പിന്നെ ആ കൂട്ടുകെട്ടിൽ നമ്മുടെ മക്കള് ഒരുമിച്ച് പ്രാർത്ഥിച്ച്, മാതാപിതാക്കൾ അനുസരിച്ച് പഠിച്ച് നോർത്തോക്കി അങ്ങനെയൊക്കെ കൂട്ടുകെട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കള് ദൈവകൃപയില്, പഠനത്തില്, വിശുദ്ധിയില്, അനുസരണത്തില്, ഒരുമിച്ച് കൂട്ടായ്മയിലൊക്കെ അങ്ങോട്ട് വളർന്നു പോയിക്കൊള്ളും. പഠനത്തില്, ജോലിയില്, എല്ലാ കാര്യത്തിലും പരസ്പരം സഹായിച്ച് പ്രാർത്ഥിച്ച് പ്രോത്സാഹിപ്പിച്ച്, ഓ എന്ത് ഭാഗ്യം അത്. നല്ല കൂട്ടുകെട്ടുകൾ കിട്ടിയാൽ ഈ മേഖലയില്
വേദനിക്കുന്ന ഒത്തിരിയേറെ മക്കൾ ഈ ദിവസങ്ങളിലൊക്കെ നിലവിളിച്ചുകൊണ്ട് വിളിക്കുന്ന പല സ്ഥലത്ത് നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്, വിദേശത്ത് നിന്ന്, കാനഡയിൽ നിന്ന്, ഒത്തിരിയേറെ രാജ്യങ്ങളിൽ നിന്നും സ്ഥലത്തു നിന്നും അനേക മക്കൾ വിളിക്കുന്നു. ആ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ വിളിച്ച് കരയുന്നുണ്ട്. ചെന്ന് പെട്ടുപോയി. അപ്പൊ വിദേശത്ത് ചെല്ലുമ്പോ ഒരു വീട്ടിൽ ഒരുമിച്ച് വന്നിട്ട് വീടെടുത്ത് താമസിക്കാന്ന് പറ്റില്ല. കുറെ പേര് കൂടി ഒരു വീടെടുക്കും. ആ വീടെടുക്കുമ്പോ ഒത്തിരി മക്കൾ താമസിക്കുന്നുണ്ട്. ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. ചിലര് ലിവിങ് ടുഗദറായി പോകും, ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങും. ചില കൂട്ടുകെട്ടുകൾ അവർ തമ്മിലുണ്ടാകും. ചില ഡ്രഗ് അഡിക്ട്സ് ആണ്, ചില മദ്യം കൊണ്ടുവരുന്നു, ചില മൊബൈല്, ചില കൂട്ടുകാർ കൊണ്ടുവരുന്നു. അപകടകരമായ ചില കാര്യങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ഈ ഒരു മേഖലയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി കർത്താവിന്റെ സന്നദ്ധിയില് ഒത്തിരിയേറെ ദാഹിച്ചു പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ എവിടെ പോകുന്നുവോ അവിടെയൊക്കെ കർത്താവെ നല്ല മക്കളെ അയക്കണം. തോബിയാസിന് റഫായിൽ മാലാഖി എന്ന പോലെ ദൈവദൂതന്മാരെ പോലെയുള്ള നല്ല കൂട്ടുകാരെ ഞങ്ങളുടെ മക്കൾക്ക് നൽകി അവരെവിടെ പോയാലും അവരെ അനുഗ്രഹിക്കണം, അവരെ സംരക്ഷിക്കണം, അവരെ നേർവഴിക്ക് നയിക്കാൻ, അവരെ നാശത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ, അങ്ങനെ പോകുന്ന അവസ്ഥയിൽ അവരെ തടയാൻ, അപകടം വരുന്ന പൈശാചിക മേഖലകളില്, ശത്രുവിന്റെ മേഖലകളില് അവർക്ക് തടയിടാൻ കർത്താവേ നല്ല കൂട്ടുകെട്ടുകൾ ഞങ്ങളുടെ മക്കൾക്ക് നൽകണം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മക്കളും നല്ല കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കണം. തെറ്റിനെ തെറ്റാണെന്നും അത് മോശമാണെന്നും അവന്റെ കൂടെ പോയാൽ നശിക്കുമെന്നും തിരിച്ചറിഞ്ഞ് നമ്മുടെ മക്കള് നല്ല കൂട്ടുകിന്ന് ഞാൻ പറഞ്ഞില്ലേ, ബന്ധങ്ങൾ ശ്രദ്ധിക്കണം. അപകടകരമായ ബന്ധങ്ങൾ ഇഷ്ടം പോലെ വരും. പ്രലോഭിപ്പിക്കാൻ, വശീകരിച്ചു കൊണ്ടുപോകാൻ തെറ്റായ സിദ്ധാന്തങ്ങളും ഒത്തിരി തെറ്റായ പഠിപ്പിക്കലുകളും, മതം വേണ്ട, വിശ്വാസം വേണ്ട, കുടുംബത്തിൽ നിന്ന് അനുസരിക്കണ്ട, കർമ്മരാ എന്തിനനുസരിക്കണേ, അങ്ങനെയൊക്കെ കൂതാശ വേണ്ട, പള്ളി പോണ്ട എന്നൊക്കെ പറയണ ഒത്തിരി കൂട്ടുകെട്ടുകളും ചില വർഗങ്ങളും ചില അജണ്ടകളൊക്കെ ഉണ്ടെന്ന്. അതിൽ നിന്ന് ചെന്നപ്പെടാതെ നമ്മുടെ മക്കള്, കർത്താവിന്റെ മക്കള്, കുടുംബത്തിൽ പെടുന്ന മക്കള്, കർമ്മന്മാരനുസരിക്കുന്ന മക്കള്, വിശുദ്ധിയുള്ള മക്കള് അങ്ങനെയായി തീരുവാൻ ഇടയാകണം. അപ്പൊ അതിനൊക്കെ വേണ്ട ഏറ്റവും വലിയൊരു മേഖലയാണ് കൂട്ടുകെട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട നല്ല കൂട്ടുകാരെ ലഭിക്കണം. മോശം കൂട്ടുകാരെ പിന്നാലെ പോകാൻ പാടില്ല. ആ കൂട്ടുകെട്ടിൽ ചെന്ന് നമ്മുടെ മക്കൾ പെടാനും പാടില്ല. അതിനുവേണ്ടി ദൈവസന്നദ്ധിയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ഏറ്റവും എളിമയോടെ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ നൽകി അനുഗ്രഹിക്കട്ടെ. നീ എവിടെയെങ്കിലും ചെന്ന് പെട്ടാൽ തന്നെ അവിടെ വേറിട്ട് നിൽക്കണം. മോശം കൂട്ടുകാരാണെങ്കിലും അവിടെ വേറിട്ട് നിൽക്കാനും അതിനുള്ള ചങ്കൂറ്റവും അതിനുള്ള ആത്മാർത്ഥതയും നമ്മുടെ മക്കൾക്കുണ്ടാകാനും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ദാനിയേലിന്റെ കൂടെ 3 യുവാക്കന്മാരെ പോലെ നമ്മുടെ മക്കളുടെ കൂടെ ചില കൂട്ടുകാരെ നൽകി ദൈവം അവരെ ഏത് പ്രവാസത്തിലും, ഏത് പ്രതിസന്ധിയിലും, ഏത് രോഗാവസ്ഥയിലും, ഏത് പിശാചിന്റെ കൂടാരത്തിലും നമ്മുടെ മക്കൾക്ക് പിടിച്ചു നിൽക്കാനുള്ള കൃപയും കരുത്ത് ലഭിക്കും. പ്രാർത്ഥിക്കാം മക്കളെ, നമ്മുടെ മക്കളെ ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ഏറ്റവും നല്ല സ്നേഹിതനാണ്, കൂട്ടുകാരനാണ്, ഞങ്ങളുടെ ജീവനാണ്, ഞങ്ങളുടെ സംരക്ഷണമാണ്, ഞങ്ങളുടെ ശക്തിയാണ്, ഞങ്ങളുടെ എല്ലാമാണ് കർത്താവേ. അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഞങ്ങളെ ഞങ്ങളുടെ മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ്, ഞങ്ങളുടെ മക്കൾ പഠിക്കാൻ പോകുമ്പോ, വിദേശത്ത് പോകുമ്പോ, ദൂര സ്ഥലത്ത് പോകുമ്പോ, പല സ്ഥലത്തും അവർ താമസിക്കേണ്ടി വരുന്നു. ഹോസ്റ്റലുകളില് ചില ഇടങ്ങളിലൊക്കെ ഒരുമിച്ച് കൂടേണ്ടി വരുന്നു. അവിടെയൊക്കെ കർത്താവ് ഞങ്ങളുടെ മക്കൾക്ക് നല്ല കൂട്ടുകെട്ടുകള് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ മക്കൾക്ക് സംഭവിച്ചു പോകുന്ന ഒത്തിരി നാശത്തിന്റെയും വഴിപ്പിഴച്ച ജീവിതത്തിന്റെയും ദുരന്തത്തിന്റെയും ഒക്കെ പിന്നില് മോശപ്പെട്ട കൂട്ടുകെട്ടിന്റെ വലിയൊരു അടിസ്ഥാനം ഞങ്ങൾ കാണുന്നുണ്ട്. ഈശോയെ, കൂട്ടുകാർ മോശമായാൽ പിന്നെ ഒരു മുറിയിൽ താമസിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് എന്തു ചെയ്യാൻ പറ്റും കർത്താവെ? അല്ലെങ്കിൽ ഒരു ക്ലാസ്സില്, ഒരു കൂട്ടായ്മയില്, ഒരു കമ്പനി സ്റ്റഡിയില് ചേർന്ന് പോകേണ്ടി വരുമ്പോൾ നല്ല കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ കർത്താവെ അതിന്റെ പിന്നാലേക്ക് പോകാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകും. അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഞങ്ങളുടെ മക്കൾ ഒത്തിരി വേദനിക്കേണ്ടി വരും. ഒറ്റപ്പെടുത്തപ്പെടുന്ന, തിരസ്കരിക്കപ്പെടുന്ന, വേദനകൾ പേറുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. ഈശോയെ, അവരെല്ലാവരും തിരു മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഞങ്ങളുടെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ നൽകണമേ. ഇനി മോശപ്പെട്ട കൂട്ടുകെട്ടിൽ ചെന്ന് പെടാതിരിക്കാനുള്ള വലിയ തീരുമാനമെടുത്ത് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാൽ പോലും
അങ്ങയെ കൂടെ നിർത്തി അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ സൗഹൃദം, അങ്ങയുടെ ശക്തി നൽകി ഞങ്ങളുടെ മക്കളെ അതിൽ നിന്ന് ചെന്ന് പെടാതെ അങ്ങ് തന്നെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളാരും നശിച്ചു പോകാതിരിക്കട്ടെ, വഴിപിഴച്ചു പോകാതിരിക്കട്ടെ, ലഹരിയുടെ പിന്നാലെ പോകാതിരിക്കട്ടെ, തെറ്റായ സ്നേഹബന്ധത്തിൽ ചെന്ന് പെടാതിരിക്കട്ടെ, അങ്ങേക്ക് നിരക്കാത്ത ഒരു ബന്ധത്തിലും ഒരു വഴിയിലേക്കും ഞങ്ങളുടെ മക്കളാരും പോകാതിരിക്കട്ടെ. അതിനായിട്ട് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. അങ്ങ് തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ മക്കളെ കോട്ട കെട്ടി പൊതിഞ്ഞു പിടിക്കണമേ. അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ. അങ്ങയുടെ സമാധാനവും സ്നേഹവും സൗഹൃദവും എല്ലാത്തിനും മതിയായതാണല്ലോ. അതെല്ലാം നൽകി ഞങ്ങളുടെ മക്കളെ സംതൃപ്തരാക്കണമേ, ബലമുള്ളവരാക്കണമേ, ശക്തിയുള്ളവരാക്കി മാറ്റണമേ, കൃപയും കരുത്തുമുള്ളവരാക്കി മാറ്റണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മേഖലകളിലൊക്കെ നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച മക്കളെ കർത്താവിന്റെ വലിയ സ്നേഹവും, കർത്താവിന്റെ സൗഹൃദവും, കർത്താവിന്റെ വലിയ സംരക്ഷണവും, എല്ലാ സംതൃപ്തിയും സമാധാനവും നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എല്ലാം അനുകൂലമാകട്ടെ. ഈശോയെ, അങ്ങ് പറഞ്ഞില്ലേ സുഭാഷിതം 16:7 ഒരുവന്റെ മാർഗം കർത്താവിന് സ്വീകാര്യമാകുമ്പോൾ ശത്രുക്കൾ പോലും അവരോട് ഇണങ്ങിക്കഴിയുന്നു. കർത്താവ്, ഞങ്ങളുടെ മക്കളോട് എല്ലാവരും ഇണങ്ങിക്കഴിയട്ടെ. ഇവൻ ശത്രുക്കൾ എന്ന് പറയുന്നവർ പോലും ഞങ്ങളുടെ മക്കളോട് ഇണങ്ങിക്കഴിയട്ടെ. എല്ലാം അനുകൂലമാക്കുന്ന കർത്താവെ, എല്ലാം ഇണങ്ങി പോകാൻ ഇടയാക്കുന്ന കർത്താവെ, അങ്ങയുടെ സർവാധിപത്യവും സർവശക്തിയും ശക്തമായ ഇടപെടലും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ മേഖലയിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പ്രാർത്ഥനയോടെ ഈ മേഖലയ്ക്ക് വേണ്ടി കർത്താവിന്റെ അനുഗ്രഹവും ആശീർവാദവും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾക്ക് വേണ്ടി പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും കൃപകളും ചൊരിഞ്ഞ് ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ കർത്താവ്. അങ്ങയുടെ സമാധാന സ്നേഹ സൗഹൃദം ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. നല്ല കൂട്ടുകാരെ നൽകി, അനുകൂല സാഹചര്യങ്ങൾ നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. യേശുവേ, പ്രാർത്ഥിക്കും മക്കളെ. യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും നല്ല സ്നേഹിതനായ കർത്താവെ, എപ്പോഴും ഞങ്ങളുടെ കൂടെ വസിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ കൂടെ സ്നേഹിതനായി, സാന്നിധ്യമായി, സംരക്ഷണമായി അങ്ങ് എപ്പോഴും ഉണ്ടാകണമേ. തെറ്റായ വഴികളിലൊന്നും ഞങ്ങളുടെ മക്കൾ പോകാതിരിക്കട്ടെ. ഈശോയെ, അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചും പ്രതിഷ്ഠിച്ചും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഈശോയുടെ സ്നേഹത്തിനും സൗഹൃദത്തിനും വേണ്ടി പ്രാർത്ഥിച്ചോ. ഈശോ തരും മക്കളെ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ.